Together we will always be. Laughter shared and dreams to chase. In your arms I found my place. Through the highs and through the lows, side by side our love still grows. Forever with you, through all of life's hues, through joy and through pain, our love will remain. Simple walks and morning rays, growing old in sweet embrace. Every dawn and every day, with you here I'll always stay. When the stars shine bright above, know that you will have my love. In this life until the end, you're my lover, you're my friend. Forever with you, through all of life's hues, through joy and through pain, our love will remain. Forever with you, through all of life's hues, through joy and through pain, our love will remain. Will remain.
യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവനൊരു നാൾ കുലുങ്ങിപ്പോകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഹാരം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ചിരിക്കും പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ദൈവസന്നിധാനത്തിൽ നമുക്ക് സ്തോത്രം ചെയ്ത് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഈ വാത്സല്യ ഭവനത്തെ ജയോത്സവമായി നടത്തി. അവർക്ക് കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി അവരെ വിടുവിച്ചു. അവർക്ക് വേണ്ടിയ സമയത്ത് അവർക്ക് ആമേൻ കഴിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, പാർപ്പിട സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ജയോത്സവമായി അവരെ നടത്തി. അവരുടെ കുടുംബജീവിതം ധന്യമാക്കി. ആമേൻ തലമുറകളെ നൽകി. തലമുറകളെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കുവാൻ ദൈവം സഹായിച്ചു. പലവിധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചെങ്കിലും തളർന്നു പോകാതെ ദൈവം അവരെ കരത്തിൽ വഹിച്ചു. അവരെ സൂക്ഷിച്ചു. അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിരുന്നു. ആമേ തീച്ചൂളയെ നാലാമനായി കൂടിയിരുന്നത് പോലെ, സിംഹക്കുടിയിൽ ആമേ ദൈവം ഇറങ്ങി വന്നതുപോലെ, വായടച്ചതുപോലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രതികൂലങ്ങൾ അതിജീവിക്കാൻ കൃപ കൊടുത്തു. പ്രിയ മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ആത്മീയ ജീവിതം കൊടുത്തു. നല്ല ഉദ്യോഗ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ ദൈവം കൃപ കൊടുത്തു. ദൈവത്തിന്റെ മഹാകൃപയാൽ സമയത്ത് ഭാവിക്ക് വേണ്ട വാതിലുകളെ തുറന്ന് ദൈവം അതിനു വേണ്ടി മുഖാന്തരങ്ങളെ ഒരുക്കി. ആമേ ദൈവത്തിന്റെ അത്ഭുത കൃപകളെ ഓർത്ത്, ഈ ഭവനത്തെ ഓർത്ത്, സ്ഥാനമായി കൊടുത്ത തലമുറകളെ മൂവരെ ഓർത്ത് ദൈവസന്നിധി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഈ ഭവനത്തിനായി സ്തോത്രം, പ്രവേശനത്തിനായി സ്തോത്രം, പ്രവേശനത്തിനായി സ്തോത്രം, ോളിനായി സ്തോത്രം, താമസിനായി സ്തോത്രം, വസനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം, 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 സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, പ്രിയ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു. ഉയരത്തിൽ നിന്നുള്ള ദൈവകൃപയുടെ അളവറ്റവൻ പ്രിയ മകളുടെ മേൽ ദൈവം പകർന്ന് ആശീർവദിക്കണം. കർത്താവേ, ആമേൻ. യോസഫിനെ അനുഗ്രഹിച്ചതുപോലെ ആമേൻ ആകാശത്തിലെ സകല നന്മകളാലും കർത്താവേ, ഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സകല നന്മകളാലും ഈ പ്രിയ മകളെ ദൈവം ആശീർവദിക്കുമാറാകണം. സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവം പകർന്ന് ആശീർവദിക്കണം. ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും ദൈവം പകർന്നു കൊടുക്കണം. അങ്ങനെ സാന്നിധ്യം ചുറ്റും പരിചയായിരിക്കണം. കർത്താവെ, ഇന്ന് ഉടമ്പടിയോടെ കർത്താവെ ആമേ പ്രവേശിക്കുന്ന കുടുംബജീവിതം ധന്യമായി തീരണം. കർത്താവിന്റെ നാമമഹത്വത്തിനായി നിങ്ങൾ ഭൂമിയിൽ അല്ലെങ്കിൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ബലപ്പെട്ടിരിപ്പിൻ എന്നുള്ളത് ദൈവവചനമാകിയാൽ ആ വചനപ്രകാരം ഈ പ്രിയ മകളെ ഞാൻ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള സകല നന്മകളാലും നിറച്ച് കർത്താവെ ഇവരെ വർദ്ധിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരുക്കി ദൈവരാജ്യത്തിന്റെ വാക്താക്കളാക്കി മാറ്റി മഹത്വമെടുക്കണം. ഈ മാതാപിതാക്കൾക്ക് ഇവർ ഒരു ആശ്വാസമായിരിക്കണം. ദൈവസഭയ്ക്ക് ഇവർ ഒരു അനുഗ്രഹമായിരിക്കണം. കർത്താവ് ഇരു കുടുംബങ്ങൾക്ക് ഇവർ നന്മയായി അനുഗ്രഹമായി തീരട്ടെ. ഇരു സഭയ്ക്ക് അവർ അനുഗ്രഹമായി തീരട്ടെ. ദൈവരാജ്യ മഹത്വത്തിനായി ഇവരെ ഒരുക്കുമാറാകണം. തുടർന്ന് കർത്താവേ, അടുത്ത മേഖലകളിലേക്കൊക്കെ പ്രവേശിപ്പാൻ, ഉദ്യോഗ മേഖലകളിലേക്ക് അടിച്ചുകൊണ്ട് വെക്കാൻ ദൈവം ഐശ്വര്യമായി നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ, കുടുംബത്തെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾ കർത്താവെ ആ വിവാഹ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ കടന്നു പോകുന്നു. ഇവിടുന്നുള്ള ഞങ്ങളുടെ യാത്ര സഫലമാക്കണം. ഇതിന് വരുന്ന വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കണം. കർത്താവെ, ക്ഷണിക്കപ്പെട്ട് കടന്നു വരുന്ന എല്ലാവരെയും സൗഖ്യത്തോടെ കൊണ്ടുവരണം. ഒന്നിച്ച് ചേർന്ന ആത്മാവിൽ കൃപ അനുഭവിപ്പാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടെ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടുന്ന എല്ലാ ക്രമീകരണങ്ങളും പ്രിയാൽവിന്റെ കുടുംബം, ആ പ്രിയപ്പെട്ട അവിടുത്തെ സഭ, അവിടെ നടക്കുന്ന ശുശ്രൂഷ എല്ലാ അനുഗ്രഹമായി തീരാൻ സഹായിക്കണം. സൗഖ്യത്തോടെ കർത്താവെ, പ്രിയ കർത്താവ് കുടുംബ ജീവിതത്തിലേക്ക് കർത്താവ് കരം പിടിച്ചേൽപ്പിച്ച് ഞങ്ങൾക്ക് സമാധാനത്തോടെ മടങ്ങി വരുവാൻ ദൈവം സഹായിക്കണം. എല്ലാ മഹത്വവും എല്ലാ മാനവും പുകഴ്ചയും ദൈവത്തിന്. പ്രാർത്ഥന കേട്ടതിനായി
സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ. സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം, ദൈവിക അനുഗ്രഹങ്ങൾ, ആമേ, ഐശ്വര്യം, എല്ലാവിധമായ കൃപകളും കർത്താവിന്റെ വരവരെയും എന്നും എന്നേക്കും ഐശ്വര്യമായി എല്ലാവരുടെ മേലും, പ്രത്യേകാലിൽ നിന്ന് കുടുംബത്തിൽ പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും ഐശ്വര്യമായി ഇരിക്കുമാറാകട്ടെ. വിവാഹിതനാകുന്നുവല്ലോ പിതാവേ, അവിടുത്തെ നിശ്ചയപ്രകാരം, അവിടുത്തെ തീരുമാനപ്രകാരം, ഞങ്ങളുടെ കണ്ണുനീരിൻ പ്രകാരം പ്രിയ മകൻ ഇന്ന് പെർസിസിനെ തന്റെ ജീവിത സഖിയായി സ്വീകരിക്കുന്ന ദിവസത്തിൽ തുടർന്നു വരുന്ന സകല നിമിഷങ്ങളുടെയും ശുശ്രൂഷകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലും കൃപയിലുമായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളോടെല്ലാവരോടും മനസ്സലിയണമേ. വിശേഷിച്ച് നവദമ്പതികളെ ആകുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ജനത്തിന്റെ ഹൃദയവും മനസ്സും ആത്മാവും ഈ ശുശ്രൂഷകളിലേക്ക് നീളുമ്പോൾ അവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിലായിരിക്കുവാൻ അത് മുഖാന്തരം ആ വരുന്ന നിമിഷങ്ങൾക്ക് ശേഷം ദമ്പതികളായി തീരുന്ന അവരുടെ കുടുംബ ജീവിതം അനുഗ്രഹമായി തീരുവാൻ, തലമുറകൾക്ക് നാന്ദിയായി തീരുവാനുള്ള സകല ശുശ്രൂഷകളിലും അവരും ആത്മാവിലും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ എല്ലാവരെയും ഒരുക്കണമേ. സ്വർഗീയ സൈന്യങ്ങളുടെ അകമ്പടി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദൈവഭൃത്യന്മാരുടെ മേൽ, അവരുടെ ശുശ്രൂഷകളിന്മേൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം പ്രിയമകൻ ആൽവിൻ പോളിനെ കൊണ്ടുവന്നുവല്ലോ, പെർസിസിനെ കൊണ്ടുവന്നല്ലോ, സകല വിശ്വസ്തതയ്ക്കുമായി സ്തോത്രയാഗത്തെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല ശുശ്രൂഷകളും തിരുമേനി ഏറ്റെടുത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടത്തി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. യേശു ക്രിസ്തു മൂലം അപേക്ഷ കേൾക്കണമേ സ്വർഗീയ പിതാവേ.
പകലിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് പ്രിയ ആൽബിൻ്റെയും ബേസിസിൻ്റെയും വിവാഹത്തോടനുബന്ധിച്ച് ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ അവരുടെ നാമം വിശദീകരിക്കട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവർ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം നിശ്ചയമായി നമ്മുടെ നടുവിലുണ്ട്. ഇപ്പോൾ കഴിയുന്ന ഏവരും നമ്മുടെ ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങളുടെ ശാരീരിക സ്ഥിതി അനുവദിക്കുന്നെങ്കിൽ ചില നിമിഷങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിയുക്ത വധുവരന്മാർ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സീറ്റിലേക്ക് അവർ തനിയോ എല്ലാവരും ഈ സമയത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?
നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേ. സഭ ചേർന്ന് ആരാധന അങ്ങേക്ക് ആരാധന. എൻ യേശുവേ അങ്ങേക്ക് ആരാധന. 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 ഒരിക്കൽ കൂടെ ആരാധന അങ്ങേക്ക് ആരാധന. എൻ യേശുവേ ആരാധന. നാം നിൽക്കുന്ന നിൽപ്പിൽ 45. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. ലാവണ്യം നിൻ്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാൾ അരക്കി കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിൻ്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിൻ്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്നുള്ള കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിൻ്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം യഹോവ ഉണ്ടാക്കിയ ദിവസം സന്തോഷിച്ച് ആനന്ദിപ്പിന്നുള്ള അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. വിശേഷാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ പെർസിസ് മോൾക്കായി ആൽബിനായി സ്തോത്രം. ദൈവമേ, അതോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ ജനനം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്നു.
ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ കണ്ടവൻ കർത്താവെ, അവരെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകളും പദ്ധതികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൊടുത്ത വിദ്യാഭ്യാസത്തിനായി, ആയുസ്സിനായി, ആരോഗ്യത്തിനായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ സമയമായപ്പോൾ ഈ കുടുംബങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണേ കർത്താവേ. കുഞ്ഞുവരുടെയും മാതാപിതാക്കള്, സഹോദരങ്ങള്, ദൈവസഭ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, ദേശവാസികൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കർത്താവെ വചന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമേ. നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദാമവ്വായെ യോജിപ്പിച്ച ആ അദൃശ്യമായ അപ്പച്ചൻ്റെ കരം ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ കർത്താവെ അവിടുന്ന് നിന്റെ വചനപ്രകാരം ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ, അവിടുത്തെ കരം തന്നെ യോജിപ്പിച്ച് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമേ. കർത്താവെ, എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. വചന ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. കടന്നു വന്ന എല്ലാവർക്കും അത് അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവെ, ആരെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാതെ നല്ല ആത്മമണവാളാകുന്ന കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്കായി തീരാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വർഷ ശുശ്രൂഷയിൽ കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലുള്ളതിനാൽ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്റർ ജോയ്. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ചില മാസങ്ങളായി ദൈവസനയിൽ ഞങ്ങൾ നെടുപുറപ്പെട്ട് ദൈവസനയിൽ പ്രാർത്ഥിച്ച ദൈവം ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. സ്വർഗത്തിലെ ദൈവമേ, ഇത്ര ശ്രേഷ്ഠമേറിയ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവമായ കർത്താവെ സ്തുതിക്കുന്നു. ഇന്ന് പോൽക്കാലം ഈ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഈ കൂടാരത്തിന് മീതെ അവിടെ നിന്ന് വ്യാപരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും സ്വർഗീയ പിതാവെ സ്തുതിക്കുന്ന ഹല്ലേലൂയ. ആ സ്വർഗീയ സീനിൽ ഞങ്ങൾക്ക് ഒരുക്കപ്പെടുന്ന ഒരു വിവാഹത്തിന് നിഴലായി അമേ സ്തോത്രം ഇതിവിടെ നടക്കുമ്പോൾ അമേ സ്തോത്രം ദൈവമായ കർത്താവെ കാണികളായി, കേൾവിക്കാരായി കടന്നു വന്നിരിക്കുന്ന നിന്റെ ജനം ദൈവമായ കർത്താവ് വാസ്തവമായി ആ സ്വർഗീയ അനുഭൂതിയിൽ ആയിരിക്കാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഈ സ്തോത്രം ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവമായ കർത്താവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ കാണികളായി അമേ സ്തോത്രം കണ്ടും കേട്ടും അമേ സ്തോത്രം ഇരിക്കുന്ന നിന്റെ ജനം ദൈവമായ കർത്താവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ. അമേ സ്തോത്രം ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് സ്തുതിക്കുന്ന ഈ അനുഭവം സന്തോഷം അനുഭവിച്ചുകൊണ്ടോ ആ സ്വർഗീയ സീയോനിൽ ഈ അമേ സ്തോത്രം വരുവാനിരിക്കുന്ന ആ വിവാഹ ശുശ്രൂഷയിലും അവർ പങ്കുള്ളവരായി തീരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ജനത്തെ ഒരുക്കണമേ. ജനഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് ദൈവം നടത്തണമേ കർത്താവ്. അതിനായി ഇന്ന് പോൽക്കാലം ദൈവമായ കർത്താവ് നിന്റെ ഭൃത്യന്മാരെ ദൈവമായ കർത്താവ് നിറച്ചു അമേ സ്തോത്രം ദൈവമായ കർത്താവ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുമ്പോൾ എൻ്റെ പിതാവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ. അമേ സ്തോത്രം അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരത്തക്കവണ്ണം ദൈവം സഹായിക്കണം. അതിനാൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. പ്രത്യേകാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ കർത്താവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ. ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഒരു കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറ ഇന്ന് ഇവിടെ പൽക്കാലം ദൈവമായ കർത്താവ് ആ ക്രിസ്തുവാകുന്ന കല്ലിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അമേ സ്തോത്രം ദൈവമായ കർത്താവ് സ്തുതിക്കുന്ന അവരാൽ പണിയപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. അതിന് നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ കർത്താവ്. അത്തരക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ദൈവമേ സ്തോത്രം ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിന്റെ ഭൃത്യനെ അമേ സ്തോത്രം തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിശ്ചയത്തിൽ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെ അമേ സ്തോത്രം ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിക്കണം. യാത്രയിൽ ഇനി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം തക്ക സമയത്ത് യാതൊരു അമേ സ്തോത്രം ദോഷവും കൂടാതെ അവരുടെ മടക്ക് അമേ യാത്ര കൂടെ ഇരിക്കണമേ. കർത്താവ് സ്തുതിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങളിൽ സമർപ്പിക്കും.
പ്രവർത്തിക്കട്ടെ. ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ദൈവമായ കർത്താവ് നിന്റെ ജനത്തെല്ലാം ഇരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ബന്ധുക്കളായി, ചർച്ചക്കാരായി, സ്നേഹിതരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇതൊരാത്മീയ ശുശ്രൂഷയാണ്. നാം വളരെ ഫ്രീ ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. പ്രിയ ആൽബിനും പെർസീസും തമ്മിലുള്ള വിവാഹ ശുശ്രൂഷ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മോടൊപ്പമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്നത് മലയാറ്റൂർ സഭയുടെ ശുശ്രൂഷകനും അപ്പോൾ തന്നെ അങ്കമാലി സെക്ഷൻ്റെ സെക്രട്ടറിയുമായിരിക്കുന്ന റവറൻ KC ജോയി അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ വരൻ്റെ ഭാഗത്ത് ദൈവവചനം ശുശ്രൂഷിക്കുന്നത് കാലടി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന റവറൻ സാംകുട്ടി അവറുകളാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ പരിസരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശരൺ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം കൂടി ആയിരിക്കുന്നത് പാസ്റ്റർ ജോബി വർഗീസ് അവറുകളാണ്. അദ്ദേഹവും നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ മറ്റ് ദൈവദാസന്മാരുടെ പേരെൻ്റെ കയ്യിലില്ല. എല്ലാവരെയും ഇവിടെ ആയിരിക്കുന്ന, സ്റ്റേജിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഞാൻ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽ ഇവിടെ നടക്കുന്നത് ഒരു വിശുദ്ധ വിവാഹമാണ്. വിശുദ്ധ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലെ മഹിമകൾ വെടിഞ്ഞുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു താൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ദൈവ കുഞ്ഞാടായ കർത്താവായ യേശു 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിപ്പാനിടയായി തീർന്നു. യേശു കർത്താവ് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന കർത്താവ് വീണ്ടും വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച, കഴുകൽ പ്രാപിച്ച, കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ജീവിക്കുന്ന 2 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയ ആൽബിനും പ്രിയ പെർസീസും. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവരെ വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവറൻ KC ജോയി അവറുകൾ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം ചെയ്യുമെങ്കിലും സ്വർഗസ്ഥനായ ദൈവം, പരിശുദ്ധനായ ദൈവം, വിശുദ്ധനായ ദൈവമാണ് ഹല്ലേലൂയ ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഹല്ലേലൂയ വിശുദ്ധ വിവാഹം എന്ന് പറയുവാനിടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രിയ മക്കൾക്ക് അതിനുള്ള ഭാഗ്യം കർത്താവ് കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അറിഞ്ഞ ദൈവത്തെ തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് തങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സമയമായപ്പോൾ അവർ കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിപ്പാനും ആ കർത്താവിൻ്റെ
മരണ അടക്ക പുനരുത്ഥാനത്തോട് അനുരൂപപ്പെടുന്ന ആ സ്നാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പരിശുദ്ധയാത്മാവിൻ്റെ നിറവിൽ ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഒരു വിശുദ്ധ വിവാഹമാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം പ്രാർത്ഥനയോടെ ദൈവം ഭാഗയായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രോത്സാഹിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചന ശുശ്രൂഷയാണ്. ആ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി
പ്രിയ പ്രസിസിൻ്റെ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന റവറൻ ജോബി വർഗീസ് അവറുകളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വം. ഈ അനുഗ്രഹീതമായ വിശുദ്ധ വിവാഹ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, ശ്രേഷ്ഠ ഇന്നത്തെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന നിയുക്ത വരനും വധുവിനും, അവരുടെ ഇരു മാതാപിതാക്കൾക്കും അവരുടെ ക്ഷണം സ്വീകരിച്ച് ഈ വിവാഹവേദിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഏറെ സന്തോഷത്തോടും ദൈവസന്നിധിയിലുള്ള നന്ദിയോടുകൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ആയിരിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയത്. ഞങ്ങൾ ദൈവസഭയായി ചില നാളുകളായുള്ള ദൈവസഭയുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അധ്വാനത്തിനും ദൈവം ഇന്ന് അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് അതിനൊരു പരിപൂർണത ദൈവം നൽകിക്കൊണ്ടുള്ള ഈ ദിവസത്തിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. വാത്സല്യ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. കർത്താവിൻ്റെ കൃപയാൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. രായമംഗലം ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ ഒരു അഭിമാന ഘടകമായി വാത്സല്യ ജോയി സഹോദരനും കുടുംബവും ദൈവസഭയിൽ കർത്താവിന് വിശ്വസ്തയോടെ സേവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം മാതൃകയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആത്മീയ പൈതൃകമുള്ള ഒരു വാത്സല്യ കുടുംബമാണ്. ആത്മീയമായി അവർ കൂടുതൽ പ്രാധാന്യതകൾ കൊടുത്ത് ദൈവസഭയുടെ ഞങ്ങളുടെ ഓൺലൈൻ പ്രയർ മുതൽ സകല പ്രാർത്ഥനകളിലും അവരുടെ സാന്നിധ്യം ഏറ്റവും വിലപ്പെട്ടതാണ്. മുടക്കം കൂടാതെ എല്ലാ പ്രാർത്ഥനകൾക്കും പങ്കാളിത്തം വഹിക്കുന്ന ഒരു കുടുംബം, ദൈവദാസന്മാർക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബം, നമുക്ക് മാതൃകയായി എടുക്കുവാൻ ഒട്ടനവധി സാധ്യതകൾ, സാഹചര്യങ്ങൾ, മാതൃക അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട്. ദൈവത്തിന് വേണ്ടി ചെലവിടുന്നതിൽ അവർക്ക് മടിയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ചെലവിടുന്നതിനും അധ്വാനിക്കുന്നതിനും ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കരയുന്നതിനൊന്നും ഒരു മടി കൂടാതെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ആ കുടുംബത്തിൽ പിറന്നു വീണ വാത്സല്യ മകളാണ് പെർസിസ്. ഞങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയ മകൾ അധ്വാനവും പഠനമൊക്കെയായി വെല്ലൂരായിരുന്നതുകൊണ്ട് കൂടുതൽ സമയങ്ങൾ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയ്ക്കുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. കടന്നു വരുന്ന 3-4 ദിവസങ്ങൾ അല്ലെങ്കിൽ 5-6 ദിവസങ്ങളാണ് ഞങ്ങൾക്ക് ആകെ കൂടെ കൂടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പെർസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയമായ ഈ കാലഘട്ടത്തിൽ എനിക്ക് വളരെയധികം പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ ദൈവസഭയുടെ മുൻപാകെ എടുത്തു പറയുവാൻ, ഒരു സാക്ഷ്യമായി പറയുവാൻ കഴിയുന്ന ആത്മീയ പൈതൃകമുള്ളതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാണ് പെർസിസ് എന്ന് പറയുന്നതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. കാരണം ഏത് സമയത്തും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ചിരിയുടെ ഒരു നിറകുടമായിട്ടാണ് ഏത് സമയത്തും പ്രിയ പെർസിസിനെ ഞാൻ കണ്ടിട്ടുള്ളത്. പ്രിയ മകൾ ഞങ്ങളുടെ രായമംഗല സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ആ പ്രിയ മകൾക്ക് ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹീതമായ ഒരു അനുഭവം ഒരുക്കിയതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു വലിയ നഷ്ടം കൂടിയാണ് പെർസിസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മലങ്കരയിലുള്ള ദൈവസഭയ്ക്ക് ഈ പെൺകുഞ്ഞ് വളരെ അനുഗ്രഹമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അല്പം അസൂയുണ്ട്. കാരണം ഞങ്ങളിൽ നിന്ന് പെൺകുഞ്ഞ് ആ സഭയുടെ ഒരു ഭാഗമായി തീരാൻ പോവുകയാണ്. അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ ജീവിതത്തിൻ്റെ ഉടമയാണ് എന്ന് പറയാൻ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിനകത്ത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ പ്രിയ മകളെ ദൈവം ഒരുക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നത് ചിരിയുടെ നിറകുടമായിരിക്കുന്ന പ്രിയ മകളെ ചിരിയുടെ വീരനായിരിക്കുന്ന ആൽവിനാണ് ഞങ്ങൾ കൈമാറുന്നതിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ നാളിൽ കണ്ടു പരിചയപ്പെട്ട സമയം മുതൽ ചിരിയോടുകൂടെയാണ് ഞാൻ ആൽവിനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. 6 മണിക്കൂർ സമയം ഞാൻ പെർസിസിന് ക്ലാസ് എടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ ഓൺലൈനിൽ പ്രിയ ആൽബിന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് അവരെ കരം പിടിച്ച് ഇന്ന്
പ്രാർത്ഥനയോടെ നടത്തുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ പ്രാർത്ഥനയോടെ വരികയും ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരുക്കം വിവാഹത്തിനുള്ള ഒരുക്കമാണ് അല്ലേ? വിവാഹത്തിന് വേണ്ടി ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഒരുങ്ങി വന്നിരിക്കുക. പക്ഷേ ഈ ഒരുക്കം വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം. ഈ ഒരുക്കം ഇന്ന് ഉച്ചയോടുകൂടെ കഴിയും. ഇന്ന് ഉച്ചയോടുകൂടെ ഈ ഒരുക്കം കഴിയും. പക്ഷേ പ്രാധാന്യം എന്ന് പറയുന്നത് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതല്ല. പ്രാധാന്യം എന്ന് പറയുന്നത് ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നതാണ്. ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ജീവിതത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഘടകം. അപ്പം അതിനു വേണ്ടി എങ്ങനെ ഒരുങ്ങാൻ പറ്റും എന്നുള്ളതിൻ്റെ 1-2 ടിപ്സാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളതൊക്കെ ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഒന്നാമത്തെ കുടുംബജീവിതത്തിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന ഘടകം, അതിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ടതിന് ആദ്യം നമുക്ക് വേണ്ടത് ഡിവോഴ്സാണ്. പേടിക്കരുതാരും. എന്താണ് ആദ്യമേ ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നത്? കല്യാണം കഴിഞ്ഞില്ല അതിനു മുമ്പേ ഡിവോഴ്സോ അല്ല. ആദ്യം വേണ്ടത്, ഒരു മൊബൈൽ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് നടക്കുക എന്ന് പറയും അല്ലേ? നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. ചിലരൊക്കെ നമുക്കറിയാം വിവാഹത്തിന്റെ തലേന്ന് മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്യുന്നു, ചില ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ സിമ്മ് വരെ ഒടിച്ചു നുറുക്കി കളയുന്നു, അതുകൊണ്ട് പുതിയ സിമ്മിടുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ഒരു പുതിയ തുടക്കമൊക്കെ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഡിവോഴ്സാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഈ ആൽബിനെ സംബന്ധിച്ചിടത്തോളം, പെർസിസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രായമായ ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന പ്രായത്തിൽ വന്നപ്പോൾ അവർ തന്നെ അവരുടെ ഉള്ളിൽ അവർക്ക് വേണ്ട ഭാവി വരനെ കുറിച്ചും വധുവിനെ കുറിച്ചുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന, എനിക്ക് ലഭിക്കേണ്ട ഭാവി ഭാര്യയുടെ തലമുടി ഇങ്ങനെയായിരിക്കണം, കണ്ണിങ്ങനെയായിരിക്കണം, മൂക്ക് ഇങ്ങനെയായിരിക്കണം, ചെവി ഇങ്ങനെയായിരിക്കണം, ചുണ്ടിങ്ങനെയായിരിക്കണം, കൈകാലുകൾ ഇങ്ങനെയായിരിക്കണം, നടത്തം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാവി ഭാര്യ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ ഭാര്യയുടെ ഒരു 50% പോലുമുള്ള ഒരു യോജിപ്പ് ചിലപ്പോൾ ഇപ്പൊ കിട്ടിയതിനുണ്ടാവില്ല. അപ്പോ നിറഞ്ഞു നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഇമേജായി ഉള്ളിൽ കരുതി വെച്ചിരിക്കുന്ന ഈ ഫോട്ടോയ്ക്കകത്തുള്ള അകത്ത് വെച്ചിരിക്കുന്ന ഒരു കരുതലുണ്ട്, ഒരു ചിത്രമുണ്ട്. അതാണ് ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ഹൃദയത്തിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെയൊക്കെ ആകണം എന്നതിനെയാണ് ഡിവോഴ്സ് ചെയ്യേണ്ടത്. അതിനെ ഡിവോഴ്സ് ചെയ്തിട്ട്, ഇപ്പോൾ പെർസിസിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ചിന്തയുണ്ടാവും, എനിക്ക് കിട്ടുന്നയാള് തലമുടി ഇങ്ങനെയായിരിക്കണം, മൂക്ക് ഇങ്ങനെയായിരിക്കണം, കണ്ണെങ്ങനെയായിരിക്കണം, കണ്ണാടി വെക്കാൻ പാടില്ല എന്നുള്ള ആളായിരിക്കുന്നു ഒരുപക്ഷെ ചിന്തിച്ച് കാണുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ കട്ടമീശക്കാരനായിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കിട്ടിയപ്പോഴോ ഒരു കുറ്റി മീശയും ഒരു കുറ്റി താടിയൊക്കെ ഉള്ള ഒരാളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വപ്നത്തിലുള്ളതായിരിക്കുന്ന ഭാവി വരനുമായിട്ട് 50% ബന്ധമില്ലാതെ നിൽക്കുന്നേ. പക്ഷെ 100% അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോട്ടോയ്ക്കകത്താണ് ബന്ധം. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം, പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിഷയങ്ങൾ മുമ്പിൽ വരുമ്പോൾ അവർ പറയുന്നത് എനിക്ക് യോജിച്ചതല്ല എന്ന് പറയും. ഇതിൻ്റെ കാരണം പലപ്പോഴും കണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത്, ഇവർ മാത്രമല്ല, ഈ ജീവിതത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, ഈ പറയുന്നതിനെ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. എന്നിട്ട് പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കി തന്ന ഈ മഹത്വകരമായ ജീവിത സഖിയെ ഇരുവരും അവരവരുടെ ഹൃദയത്തിലേക്ക് സ്ഥാപിക്കുവാനും ഉൾക്കൊള്ളുവാനും ഇടയായിത്തീരണം. ഇനി മറ്റൊന്നും ഹൃദയത്തിൽ വാഴരുത്. ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ ദൈവത്താൽ ഏറ്റവും വിലമതിക്കുന്നതായി കണ്ടതിനെ സ്വീകരിക്കാൻ ഇടയായിത്തീരണം. അടുത്തൊരു തലത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുത, ആ സ്ത്രീ പുരുഷ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും. നമ്മൾ തമ്മിൽ അറിയുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. പുരുഷനെ സ്ത്രീ അറിയണം, സ്ത്രീയെ പുരുഷൻ അറിയണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
പുരുഷനേക്കാൾ ചില കാര്യങ്ങളിൽ ചില കഴിവ് കൂടുതലാണ്. അതിലുള്ള ഒരു കഴിവെന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് ഒരു ദിവസത്തിൽ 21,000 വാക്കുകൾ ഉച്ചരിക്കാനുള്ള പ്രാപ്തിയുണ്ട്. പുരുഷന് ഒരു ദിവസത്തിൽ 7,000 വാക്കേ ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മെ പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി വാക്കുകൾ ഉച്ചരിക്കാനുള്ള പ്രാപ്തിയുള്ളവരാണ് സ്ത്രീകൾ. നമ്മൾ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ 7,000 കോട്ടയും തീർത്തിട്ട് വീട്ടിലോട്ട് വന്നാൽ ഈ ചെലവാകാതിരിക്കുന്ന 21,000 നമ്മുടെ മുമ്പിൽ ചെലവാക്കാൻ ഇവർ വരുമ്പോൾ നമുക്കൊന്നും അവിടെ മുമ്പിൽ ചെലവാക്കാൻ ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. അന്നേരമാണ് പറയുന്നത്, ഇങ്ങേർക്ക് എന്നോട് ഒന്നും മിണ്ടാനില്ല, ആ ഓഫീസിലുള്ളവരോടൊക്കെ സംസാരിക്കാൻ എപ്പോഴും സമയമുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഓർത്തേക്കണം, ഈ 21,000 ഉള്ളവരുടെ മുമ്പിൽ 7,000ന്റെ കപ്പാസിറ്റി ആയിട്ട് നിൽക്കുന്ന നമ്മൾ അവരുടെ സാഹചര്യങ്ങളെ വിലയിരുത്തി, അവരെ തിരിച്ചറിഞ്ഞ്, അവരെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അല്പമെങ്കിലൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും അടുത്തു വരാനായിട്ട്. അല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങളിൽ ചെന്ന് അത് പരാജയത്തിൽ ചെന്ന് വീഴാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 7,000ന്റെ വാക്കുകൾ ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിന്റെ അവതരണം വരുമ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ അവതരിപ്പിച്ച് തീരും. 1-2 വാക്കുകളിലായിരിക്കും അത് അവതരിപ്പിച്ച് തീരുക. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തെ ഒരു സെന്റൻസിലാണ് അവതരിപ്പിക്കുന്നത്. ഈ സെന്റൻസ് കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമയുണ്ടായിരിക്കണം. 2 കാര്യങ്ങളൊന്നും പറയാം. നമ്മൾ 2 ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ്സിൽ ഉപ്പ് ഇട്ട് കലക്കി വെക്കുക, രണ്ടാമത്തെ ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ടും കലക്കി വെക്കുകയാണ്. രണ്ടിൻ്റെയും കളർ ഒന്നായിരിക്കും. ഈ രണ്ടും ഒരു കളറായിരിക്കും. പക്ഷേ ഈ രണ്ടും രുചിക്കുമ്പോൾ രണ്ടിനും 2 വ്യത്യാസങ്ങളുണ്ട്. ഇത് 2 വിഷയങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഉപ്പ് എന്ന് പറയുന്നത് ക്ഷമയെ കാണിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ഉപ്പില്ലാതെ നമുക്ക് ജീവിക്കാനൊക്കെ ഇല്ല എന്നതുപോലെ ക്ഷമയില്ലാതെ കുടുംബജീവിതം സക്സസ് ആകത്തില്ല. അതുകൊണ്ട് ഉപ്പിനോളം പ്രാധാന്യത പോലെ ക്ഷമയ്ക്ക് നമ്മൾ കുടുംബജീവിതത്തിൽ പ്രാധാന്യത കൽപ്പിക്കണം. രണ്ടാമത്തെ കാര്യമാണ് പഞ്ചസാര കലക്കിയ വെള്ളം. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മധുരമാണ്, അത് സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതല്ല. നമ്മൾ ഓർക്കേണ്ടത്, ഈ കുഞ്ഞുങ്ങൾ ഇന്ന് വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ജീവിതം ധന്യമായി തീരുവാനും അനുഗ്രഹമായി തീരുവാനും ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ അവർ ദൈവസന്നിധാനത്തിൽ ഒരുക്കപ്പെട്ടുള്ള ഒരു ജീവിതത്തിന്റെ സാക്ഷികളായി തീരുവാൻ ഇടയായി തീരണം. നിങ്ങളായിരിക്കുന്ന പോകുന്ന സഭകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. നിങ്ങൾക്ക് നല്ല കുടുംബജീവിതം ദൈവം ദാനമായി നൽകട്ടെ. മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കണം. നിങ്ങൾ ഓർക്കണം, കാനാവിലെ കല്യാണ കുടുംബം എന്ന് പറയുന്നത്, ആ കുടുംബം ഒരു ചരിത്ര കുടുംബമായി മാറിയതിൻ്റെ 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ആ കുടുംബത്തിലേക്ക് യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. യേശുവിനെ ക്ഷണിച്ചു. ഒരു വിവാഹ പശ്ചാത്തലത്തിൽ ഒരു സന്തോഷ അനുഭവത്തിലേക്ക് ആ കുടുംബത്തിലേക്ക് അവരെ ക്ഷണിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, അവിടെ ഒരു പോരായ്മയുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം വന്നപ്പോൾ യേശുവിനെ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ചെയ്തു എന്നുള്ളതാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം തരാൻ കർത്താവാണ് മതിയായവനായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ ഏത് പ്രശ്നത്തിലും കൂടെ ചേർക്കാൻ മറക്കരുത്. മൂന്നാമത്തത്, അവിടെ പ്രശ്നത്തിന്റെ പരിഹാരകനായി ഇൻസ്ട്രക്ടറാക്കി മാറ്റി. അങ്ങനെ കർത്താവ് അവിടെ പ്രശ്നത്തിന് ഒരു പരിഹാരകനാണ്. നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയാൽ ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നില്ല. പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ പ്രശ്നത്തെ ഏൽപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി പരിഹരിച്ച് തരുവാൻ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടാകേണ്ടത്, നിങ്ങൾക്ക് നനയുന്ന കണ്ണുണ്ടായിരിക്കണം ദൈവസന്നിധിയിൽ, മടങ്ങുന്ന മുഴങ്കാലുണ്ടായിരിക്കണം, ചേർത്ത് പിടിക്കാൻ കരമുണ്ടായിരിക്കണം, ചേർന്നിരിക്കുന്ന ഹൃദയം ഉണ്ടായിരിക്കണം. ഇങ്ങനെ
കുഞ്ഞിലെ നിങ്ങളുടെ ഹൃദയവും മനസ്സും ചേർന്നിരുന്നു കൊണ്ട് നിങ്ങൾ ആത്മാവിൽ നിന്ന് ആരംഭിക്കുന്ന ക്രിസ്തീയ കുടുംബജീവിതം ഭദ്രമാക്കി തീർക്കുവാൻ ഉയരത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സമീപസ്ഥനായി കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവികമായിരിക്കുന്ന കൃപയും ആ ദൈവിക കൃപ അനുഗ്രഹങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം ധാരാളമായി പകർന്ന് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ആഗ്രയിൽ സ്ഥിതി നിൽക്കുന്ന ഒരു വലിയ സൗധമാണ് താജ്മഹൽ. അത് പണിയപ്പെട്ടത് ഷാജഹാനാണ്, മുംതാസിന് വേണ്ടിയാണ്. അവളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് താജ്മഹൽ പണിയുന്നതല്ല കാര്യം. ജീവനോടിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ കൊട്ടാരങ്ങൾ പണിത് ജീവിതം ധന്യമാക്കുന്നതാണ് ജീവിതത്തിൽ നന്മയായി തീരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെർസിസിനോട് ഇങ്ങനെ പറയാണ്, പെർസിസെ, നിന്റെ ഭർത്താവായി ലഭിക്കുന്ന ആൽബിനെ നീ രാജാവാക്കി മാറ്റണം. എന്നിട്ട് ആ രാജാവിന്റെ രാജ്ഞിയായിട്ട് ജീവിക്കണം. ഒരിക്കലും അടിമയാക്കിയിട്ട് അടിമയുടെ ഭാര്യയാകരുത്. രാജാവാക്കുക, രാജാവാക്കിയിട്ട് രാജ്ഞിയായി ജീവിതം നയിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. രായമംഗലം ദൈവസഭയുടെ എല്ലാവിധമായ ഭാവങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിന്റെ നാമത്തിൽ ഈ വാത്സല്യ മക്കൾക്ക് നിറഞ്ഞു ഞാൻ നേരുന്നു. ഞങ്ങൾ തരുന്നത് നിറകുടമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെയാണ് തരുന്നത്. എനിക്കറിയാം, നിറമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ലഭിക്കുന്നതിനെ ചേർത്ത് പിടിച്ച് ആ നിറവിൽ പോരായ്മ വരാതെ വിശ്വസ്തയോടെ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ് ജീവിതം നയിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. മേ ഗോഡ് ബ്ലെസ്. ബഹുമാനപ്പെട്ട ജോബി വർഗീസ് പാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. അടുത്ത് ഒരു ചെറിയ മെസ്സേജ് കൂടെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് റവറൻ സാംകുട്ടി എബ്രഹാം, അദ്ദേഹം കാലടി AG സഭയുടെ ശുശ്രൂഷകനും വേദാധ്യാപകനും ഒരു പ്രസംഗിയുമാണ്. അദ്ദേഹം നമ്മളോട് ദൈവവചനത്തിൽ ശുശ്രൂഷിക്കും. അതിന് അദ്ദേഹത്തെ ക്ഷണിക്കും. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഈ വിവാഹത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വിശേഷാൽ ഇന്ന് പകൽ നമ്മുടെ മധ്യേ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്നത് പ്രിയ ആൽബിൻ പേഴ്സസ്. ഈ വിവാഹത്തിൻ്റെ ശുശ്രൂഷ പ്രിസൈഡ് ചെയ്യുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് അങ്കമാലി സെഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ PT കുഞ്ഞമ്മൻ അവർകൾ, ഈ വിവാഹ ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് അങ്കമാലി സെക്ഷൻ സെക്രട്ടറിയും അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാറ്റൂർ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ KC ജോയി അവർകൾ, ഞങ്ങളുടെ സീനിയർ ശുശ്രൂഷകനും വേദാധ്യാപകനും കൺവെൻഷൻ പ്രസംഗകനും ഒക്കെ ആയിരിക്കുന്ന പാസ്റ്റർ ബാബു ജോർജ് അവർകൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് അങ്കമാലി സെഷൻ്റെ ട്രഷററും അങ്കമാലി സഭയുടെ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ ബിസൻ ജോസഫ്, പ്രിയ പേഴ്സസിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എനിക്ക് മുമ്പ് പ്രസ്താവിച്ച പാസ്റ്റർ ജോബി വർഗീസ്, മറ്റ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട റജി പാസ്റ്റർ, മറ്റ് ശ്രേഷ്ഠ ദൈവദാസന്മാർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വന്നത് നമ്മുടെ മക്കളുടെ വിവാഹത്തോടനുബന്ധമായിട്ടാണ്. എനിക്കറിയാം, ഒരു 2-2.5 വർഷമായിട്ടാണ് പ്രിയ ആൽബിനെ, അതേപോലെ പ്രിയ വിൽസയാൻറ്റിയെ, ആ ഭവനത്തെ അറിയുവാനായിട്ട് എനിക്ക് ഇടയായത്. വിശേഷാൽ കർത്താവിലേക്ക് വന്ന അനന്തരം പ്രിയ ആൻറ്റിയൊക്കെ വളരെ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും അതിൻ്റെ പൂർത്തീകരണം ഇന്ന് ദൈവം ഒരുക്കുകയും ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. വിശേഷാൽ പ്രിയ ആൽബിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ യൂത്ത് വിഭാഗമായ ക്രൈസ്റ്റ് അംബാസിഡേഴ്സ് CAയുടെ ആക്റ്റീവ് മെമ്പറായി, മലയാറ്റൂർ സഭയുടെ ഒരു സജീവ മെമ്പറായി, പ്രവർത്തകനായി, കർത്താവിൻ്റെ വചനം പഠിക്കാനും കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പങ്കുവെക്കുവാനുമൊക്കെ ഏറെ ആഗ്രഹവും താല്പര്യമുള്ള, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ദൈവമനുഷ്യനായി
ദൈവം ഭാഗം നിൽക്കാൻ പ്രിയ ആൽബിനെ ദൈവം സഹായിക്കുന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അതേപോലെ പ്രിയ പേഴ്സസിനെ കുറിച്ചും പ്രിയ പാസ്റ്റർ നല്ല ഒരു സാക്ഷ്യം പ്രസ്താവിക്കാനിടയായല്ലോ. ദൈവം ഇവരെ രണ്ടുപേരെയും ഒന്നാക്കുന്നതിലൂടെ അനുഗ്രഹീതമായ ക്രിസ്തു മാതൃകയിലുള്ള അനേകർക്ക് മാതൃകയാക്കാവുന്ന അനുഗ്രഹീതമായൊരു കുടുംബമായി ഈ പ്രിയ മക്കളെ ദൈവം തീർക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം തിരിച്ചറിയേണ്ട ചില സത്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹ സംബന്ധമായി പറഞ്ഞ് ദൈവം ഭാഗി ഇരിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും പുരാതനമായ നിലനിൽക്കുന്ന ഏക സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. വിവാഹം എന്നത് അത് മനുഷ്യ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമല്ല, പിന്നെയോ ദൈവം തമ്പുരാന്റെ തിരുഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ഓർഡൈൻഡ് ബൈ ഗോഡ് ഓൾമൈറ്റി, സർവശക്തനായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട, അതേപോലെ തന്നെ യേശുക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ട സമയത്തിനുള്ളിൽ വേഗം പറഞ്ഞ് ദൈവം ഭാഗി ഇരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 5 കാര്യങ്ങൾ. 1, എവിടെ വെച്ച് വിവാഹം നടത്താം. 2, എന്താണ് വിവാഹം. 3, വിവാഹത്തിൻ്റെ കർമ്മം എന്താണ്. 4, വിവാഹത്തിൻ്റെ ധർമ്മം എന്താണ്. 5, വിവാഹത്തിൻ്റെ മർമ്മം എന്താണ്. ഈ 5 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ദൈവസ്ഥലിൽ ഇരിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് ഈ വിവാഹം നടക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത് ആദം ഹവ്വമാരുടെ വിവാഹം നടന്നത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. സർവശക്തനായ ദൈവമാണ് ആ വിവാഹത്തിൻ്റെ ആലോചനക്കാരനും നടത്തിപ്പുകാരനും എന്ന് നമുക്കറിയാം. വിവാഹം എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയണം, ഒന്നായിരുന്നതിനെ ദൈവം രണ്ടാക്കിയിട്ട് രണ്ടായിരുന്നതിനെ ഒന്നാക്കുന്ന സവിശേഷമായ ഒരു ദൈവപ്രവൃത്തിയാണ് വിവാഹം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവം തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അനന്തരം ദൈവം അവർക്ക് കൃത്യമായിട്ട് പറയുക, ആദം എന്ന് പേരിട്ടു. അപ്പോൾ ദൈവം ആദമിൽ ആദ്യം പുരുഷനെയും സ്ത്രീയെയും ദൈവമാക്കിയിരുന്നു. ആ ആദമിൽ നിന്ന് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ദൈവം ആദമിൽ നിന്ന് ഹവ്വയെ വേർതിരിച്ച് ആദമിന്റെ മുമ്പിൽ നിർത്തി. അങ്ങനെ ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രൂത്ത് ബോവസ് ഇവരുടെ വിവാഹം പട്ടണവാതിൽക്കൽ, ബേത്ലഹേം പട്ടണവാതിൽക്കൽ വെച്ചാണ് നടന്നത്. ഇസ്ഹാക്കിന്റെ വിവാഹം മരുഭൂമിയിൽ വെച്ചാണ് നടന്നത്. പുതിയ നിയമ പഠനം നമ്മൾ പഠിക്കുമ്പോൾ യേശു കാനായിൽ ഒരു വിവാഹത്തിന് പങ്കെടുത്തു, അഥവാ കാനായിൽ ഒരു വീട്ടിൽ വെച്ചാണ് വിവാഹം നടന്നത്. എവിടെ വെച്ച് വിവാഹം നടത്താം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ വെച്ച് വിവാഹം നടത്താം. 2, what is marriage? It is a total union of 2 imperfect persons by a perfect God. പരിപൂർണനായ ദൈവത്താൽ അപരിപൂർണനായ 2 പേർ ഒന്നിച്ച് ആവുന്ന പ്രക്രിയയാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ഒരു താൽക്കാലിക പദ്ധതിയല്ല, ഇത് ഒരു ഉടമ്പടിയാണ്, ഇത് ആജീവനാന്ത പദ്ധതിയാണ്. മരണം ഇവരെ തമ്മിൽ വേർപെടുത്തുന്നത് വരെ ബഹുമാനപ്പെട്ട പാസ്റ്റർ വലങ്കരം കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് ദൈവത്താൽ ഇവർ യോജിപ്പിക്കപ്പെടുമ്പോൾ ഇവർ ചെയ്യുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ
10 വർഷത്തേക്കോ അല്ല എന്ന് ഇവര് ഈ ഭൂമിയിൽ നിന്ന് അവർ മാറ്റപ്പെടും അന്ന് വരെയുള്ള ഒരാജീവനാന്ത ഉടമ്പടിയാണ് വിവാഹം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എവിടെ വെച്ച് വിവാഹം നടത്താം? എന്താ വിവാഹം? വിവാഹം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും സർവശക്തനായ ദൈവം, വിവാഹം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞതുപോലെ വിശുദ്ധ വിവാഹം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. വിവാഹത്തിൻ്റെ കർമ്മം എന്താണ്? അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് 2 ആത്മാക്കളാണ്, ഇവര് 2 വ്യക്തികളാണ്. ഒരു വസ്തു കൊണ്ട് ഇവരെ ബന്ധിപ്പിക്കാൻ കഴിയത്തില്ല. വിവാഹം നമുക്കറിയാമല്ലോ, വെഡിങ് എന്ന, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ വെൽഡിങ്. വെൽഡിങ് ആണെങ്കിൽ 2 ഇരുമ്പ് സാധനങ്ങളെ തമ്മിൽ വെൽഡ് ചെയ്യാം. എന്നാൽ ഇവര് 2 വസ്തുക്കളല്ല, ഇവര് 2 ആത്മാക്കളാണ്, ഇവര് 2 വ്യക്തികളാണ്. ഇവരെ സർവശക്തനായ ആത്മാക്കളുടെ ഉദയവനായ ദൈവം തമ്പുരാൻ തന്നെയാണ് യോജിപ്പിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ കർമ്മം എന്ന് പറയുന്നത്, നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഈ 3 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, റോമാലേഖനം 7-2 ഇങ്ങനെയാണ് പറയുന്നത്: ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ഭർത്തൃ ന്യായപ്രമാണ പ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്തൃ ന്യായപ്രമാണം എന്നത്, ന്യായപ്രമാണം എന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് ഇവര് യോജിപ്പിക്കപ്പെടുന്നത്. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മഭക്തിയുമല്ലോ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഷീ ഈസ് ദൈ കമ്പാനിയൻ ആൻഡ് ദ വൈഫ് ഓഫ് ദൈ കവനന്റ്. അഥവാ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ഉഭയസമ്മതത്തിന്റെ ഭാര്യമല്ലയോ എന്ന്. അപ്പോൾ ഇവർ യോജിപ്പിക്കപ്പെടുന്നത് ഉഭയസമ്മതത്താലാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യം, യേശുവിൻ്റെ അടുക്കല് പരീശന്മാര് കടന്നു വന്നു. യേശുവിനെ വാക്കിൽ കുടുക്കുവാനാണ് അവർ കടന്നു വന്നത്. അവർ കടന്നു വന്നിട്ട് യേശുവിനോടൊരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയാമോ? ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ആ ചോദ്യത്തിന് യേശു കർത്താവ് നൽകുന്ന മറുപടി ഇതാണ്: ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആദിയിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവമാണ് മനുഷ്യരെ വിശുദ്ധ വിവാഹത്തിലൂടെ യോജിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതാ കർമ്മം. എന്താണ്? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉഭയസമ്മതത്തിലൂടെ ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്ന കർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത് അല്ലെങ്കിൽ 4-ാമത്തെ കാര്യം എന്താണ് ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യ സമൂഹത്തിലെ പുരാതനമായ നിലനിൽക്കുന്ന ഏക സ്ഥാപനമാണ് കുടുംബം. കുടുംബത്തിലൂടെ സ്നേഹവും അംഗീകാരവും പുറത്തു വരുവാനായിട്ട് ഇടയാകണം. അൺകണ്ടീഷണലായ വ്യവസ്ഥയില്ലാത്ത നിലയിൽ ഇവർക്ക് ഇരുവർക്കും പരസ്പരം സ്നേഹിപ്പാൻ, പരസ്പരം അംഗീകരിപ്പാൻ, പരസ്പരം ബഹുമാനിക്കാൻ, പരസ്പരം പങ്കുവെക്കാൻ ഇടയാകണം. അതാണ് ഇവർക്ക് ചെയ്യാനുള്ള ധർമ്മം എന്ന് പറയുന്നത്. അഥവാ നാം തിരിച്ചറിയണം, ഇവരുടെ ഉത്തരവാദിത്വവും കടപ്പാടുകളും ആണ് ധർമ്മം എന്ന് പറയുന്നത്. 3-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വേഗം വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നാം മനസ്സിലാക്കുന്നു, ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും അഥവാ വിശുദ്ധമായ എല്ലാ വിവാഹങ്ങളും മറ്റൊരു വിവാഹത്തിൻ്റെ നിഴലാണ്. നമ്മുടെ ആത്മമണവാളനായ കർത്താവ് എത്രയും വേഗം പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. എന്തിനെന്നറിയാമോ? തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത
വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ സഭയെ വേലി കഴിപ്പാൻ എത്രയും വേഗം കർത്താവ് പ്രത്യക്ഷപ്പെടും. ഇന്ന് ഈ വേദിയിലേക്ക് പ്രിയ സഹോദരി പേഴ്സസിനെ താൻ തന്നെയല്ല ഒരുങ്ങിയത്, മറ്റുള്ളവരാണ് ഒരുക്കിക്കൊണ്ടുവന്നത്. എന്നാൽ ആത്മമണവാളനായ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന, വേർതിരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകയായ ദൈവത്തിന്റെ സഭ തന്നെത്താൻ ഒരുക്കേണ്ടതാണ്. ആ ഒരുക്കത്തിന്റെ പ്രഥമ പടി പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അത് മറ്റൊന്നുമല്ല, യേശു എനിക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു. ആ യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ പാപത്തിൻ്റെ മോചനം സാധ്യമാണെന്ന് നാം വിശ്വസിച്ചുകൊണ്ട്, യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ, എന്നെ അങ്ങയുടെ കാന്തയായി, അങ്ങയുടെ മണവാട്ടിയായി തീർക്കണമേ എന്ന് ആര് ആഗ്രഹിക്കും, ആര് പ്രാർത്ഥിക്കും, അവരെ യേശു തൻ്റെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് യേശു അവരുടെ ഹൃദയങ്ങളിൽ വന്ന് ക്രിസ്തുവിന്റെ കാന്തയാക്കി തീർക്കും. ആ വിവാഹം എത്രയും ആസന്ന ഭാവിയിൽ സംഭവിക്കും. ആ വിവാഹത്തിലേക്ക് കാന്തയാകുവാൻ അതിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ അതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞു, ഈ വിവാഹം അത് മരണം വരെയാ ഈ ഉടമ്പടി. എന്നാൽ മരണത്തിന് അപ്പുറം നിത്യതയിൽ നിത്യമായ കാലം ക്രിസ്തുവിന്റെ കാന്തയായി ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ ഇതാ ഒരു വിവാഹം കടന്നു വരാൻ പോകുന്നു. അതിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട ഭൃത്യന്മാർക്ക്, പ്രത്യേക ഈ കുടുംബത്തിന് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് ദൈവം ഭാഗ്യരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ദൈവവചനം നമുക്ക് കേൾക്കുവാൻ, ദൈവത്തിൻ്റെ രണ്ട് ദാസന്മാരിലൂടെ അനുഗ്രഹീതമായ ദൈവവചനം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. കേൾപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ വഹിച്ചുകൊണ്ടും തുടർന്ന് നടക്കേണ്ട വിവാഹ ശുശ്രൂഷയെ ഓർത്തും പ്രാർത്ഥിക്കുവാൻ പാസ്റ്റർ ഏലിയാസ് പി വി അവർ മുൻപോട്ട് വരിക. ഏലിയാസ് പി വി. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രതമായ നല്ല നിമിഷത്തിൽ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ ആൽവിൻ്റെയും പെർസിൻ്റെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകല് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. അനുഗ്രതമായ വചനഭാഗങ്ങളെ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ കേട്ട വചനം കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയിൽ വളരെ അനുഗ്രഹമായി തീരണം, വളരെ ആശ്വാസമായി തീരണം. മുമ്പോട്ടുള്ള ഗമനത്തിന് ആ വചനം അവരുടെ ജീവിതത്തിൻ്റെ പാതയ്ക്ക് പ്രകാശമായി, ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടി ആരെങ്കിലും ദൈവമേ ക്രിസ്തുവാകുന്ന ഏക മണവാളനുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ അന്യപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ വചന കേൾവി അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ആ വിവാഹത്തിന് ഒരുങ്ങുവാൻ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വനസൂക്ഷിവാസന്മാരെ ബലപ്പെടുത്തുന്നതിനായ സ്തോത്രം. തുടർന്ന് സൂക്ഷികളും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ബലപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ താഴ്ചയായിരിക്കുന്നു. കൃപതോടെ ഉത്തരമണ്ഡലമാരുടെ യേശുവിന്റെ പിതാവേ, ആമേൻ. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ വിവാഹം ആശീർവദിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മലയാറ്റൂർ AG സഭയുടെ ശുശ്രൂഷകനും അങ്കമാലി അസംബ്ലി സഭയുടെ സെക്ഷൻ സെക്രട്ടറിയുമായിരിക്കുന്ന റവറൻ KC ജോയി അവറുകളാണ്. അദ്ദേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഈ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ അദ്ദേഹത്തെ ഈ സമയത്ത് ഗായക സംഘം ഒരു പാട്ട് പാടും. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും
കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സന്തോഷ നിർഭരമായ സുദിനത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ ആൽബിൻ, പ്രിയ പേഴ്സസ്, അവരുടെ ഉള്ളിൽ നല്ല സന്തോഷത്തോടെയാണ്. ആ സന്തോഷം ഇന്ന് പകൽ നമ്മളും അവരോടൊപ്പം പങ്കുവയ്ക്കാനാണ് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മളായിരിക്കുന്നത്. ഈ ഭാഗ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ, അസംബ്ലീസ് ഓഫ് ഗോഡ് അങ്കമാലി സെക്ഷന് സുദീർഘമായ നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ PT കുഞ്ഞുമൻ പാസ്റ്റർ, ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിച്ച പ്രിയ പേഴ്സസിൻ്റെ സഭയുടെ പാസ്റ്ററും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോബി വർഗീസ് പാസ്റ്ററെ അവരുകൾ, ആൽബിൻ്റെ ഭാഗത്തുനിന്നും ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ച കർത്താവിൽ വിലയേറിയ ദൈവദാസൻ പ്രിയ സാൻകുട്ടി അവരുകൾ, ഈ ക്ഷണം സ്വീകരിച്ച് വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, ഗമാലി സെക്ഷനിൽ ശുശ്രൂഷിക്കുന്ന ആത്മീകമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സുവിശേഷ പ്രഭാഷകനും പ്രസംഗകനും ലേഖകനും എഴുത്തുകാരനുമായിരിക്കുന്ന കർത്താവിൽ വിലയേറിയ ദൈവദാസൻ പ്രിയ ബാബു ജോർജ് അവരുകൾ, അങ്കമാലി സെക്ഷൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ വിലയേറിയ ദാസൻ പ്രിയ അബിസൻ പാസ്റ്റർ, അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാറ്റൂർ സഭയ്ക്ക് എനിക്ക് മുമ്പ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ റിജി സി ചാക്കോ അവരുകൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷനിൽ വിവിധ നിലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, മിഷൻ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന നെടുമ്പാശ്ശേരിയിൽ ശുശ്രൂഷിക്കുന്ന സാജുവൻ പാസ്റ്റർ, യുവജന വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന പുത്തൻവേലിക്കരയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ സിബിൻ പാസ്റ്റർ, കൂടാതെ മറ്റ് വിലയേറിയ ദൈവദാസന്മാർ, ഇവിടെ ആഗതരായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ സാമുവേൽ IPC ഫിലദൽഫിയ വർഷിപ്പ് സെൻറ്റർ വെല്ലൂർ, പ്രിയ പേഴ്സസ് വെല്ലൂരിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ അവിടെ കൂട്ടായ്മയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ആ സഭയിലെ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, അവരെ സ്നേഹിച്ച് എത്രയും ദൂരം ഈ വിഭാഗത്തിൽ സംബന്ധിക്കുവാൻ, ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഇന്ന് പകൽ ഇവിടെ വന്നെത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയ ആൽബിൻ മസ്കറ്റിൽ ജോലിയിലായിരുന്നപ്പോൾ അവിടെ കൂട്ടായ്മയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂട്ടായ്മയുടെ ശുശ്രൂഷനായിരിക്കുന്ന റവൻ പാസ്റ്റർ സജി ആൻഡ്രൂസ്, മസ്കറ്റ് പെൻഡക്കോസ്റ്റ് ഓഫ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വിവാഹ ശുശ്രൂഷയിൽ വധൂവരന്മാർ അവരുടെ പങ്കാളിത്തങ്ങൾ, കർത്തവ്യങ്ങൾ, കടപ്പാടുകൾ, ഈ വിവാഹ ശുശ്രൂഷയുടെ കർമ്മം, ധർമ്മം, മർമ്മം എല്ലാം വളരെ വ്യക്തമായി ഈ ദൈവദാസന്മാരിലൂടെ ഇന്ന് പകലിവിടെ പ്രഘോഷിക്കപ്പെടുകയുണ്ടായി. കുടുംബജീവൻ നയിക്കുന്ന ആരെങ്കിലും കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തകർന്ന കുടുംബങ്ങളിൽ ആണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, അത് നിമിത്തം വേദനിക്കുന്ന ഹൃദയത്തിനുടമകളാകുന്നുവെങ്കിൽ, ഇന്നിവിടെ പ്രഘോഷിച്ച ഈ ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്, പരിവർത്തനം വരുത്തുന്ന വചനമാണ്. നിങ്ങളത് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയ ആൽബിൻ മലയാറ്റൂര് അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ അഭിവാജ്യമായ കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ചേറാടി കുടുംബം. അനുഗ്രഹിക്കപ്പെട്ടതായതിൽ ആത്മീക പൈതൃകമുള്ള കുടുംബമാണ് ചേറാടി കുടുംബം. പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബമെല്ലാം ഇവാഞ്ചലിക്കൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നതമായ നിലയിൽ ആത്മീക ബന്ധം പുലർത്തുന്ന കുടുംബങ്ങളാണ്. തൻ്റെ പിതാവാകാവുന്നിടത്തോളം തൻ്റെ വീട്ടുകാര്യങ്ങൾ മറ്റൊക്കെ ചെയ്തിട്ട്
സുവിശേഷ വേലയോടുള്ള താല്പര്യത്തിൽ ദൂരെ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന, വീടുകൾ കയറിയിറങ്ങി രക്ഷയുടെ സന്ദേശം വിളിച്ചറിയിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. പ്രിയ ആൽബിനും ജന്മം മുതൽ നല്ല ആത്മീകമായ പൈതൃകത്തിൽ വളർന്നു വന്ന ഒരു പൈതലാണ്. സഭയുടേതായ എല്ലാ കാര്യത്തിനും എല്ലാ കൂട്ടായ്മയ്ക്കും ഒഴിവൊഴി പറയാതെ വന്ന് സംബന്ധിക്കുകയും ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല ആത്മീയതയുള്ള ഒരു പൈതലാണ് പ്രിയ ആൽബിൻ. കർത്താവിൻ്റെ ദാസനിലൂടെ പ്രതിപാദിച്ചു, ചിരിയുടെ കുടുക്കയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ചിരിക്കുന്നത് നല്ലതാണ്, ചിരിക്കുമ്പോൾ ആയുസ് വർദ്ധിക്കുമെന്നും കൂടെ പറയപ്പെടുന്നുണ്ട്. ആമേൻ. നമ്മൾ വെറുതെ വേദനയോടെയും ദുഃഖത്തോടെയൊക്കെ ഇരുന്ന് ആയുസ് ചെലവഴിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവം തന്നിരിക്കുന്ന ആയുസ് സന്തോഷത്തോടെ ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം. പ്രിയ പേഴ്സസിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പറയുകയുണ്ടായി. 5-ാം തീയതി നടന്ന എൻഗേജ്മെൻറ്റ് ശുശ്രൂഷയിൽ അവിടെ ശുശ്രൂഷിച്ച കർത്തൃഭക്തന്മാരെല്ലാം ആ കുടുംബത്തെ നന്നായി ഉയർത്തി അവരുടെ ആ ആത്മീകമായ നിലവാരത്തെക്കുറിച്ച് ശക്തമായി പറയുകയുണ്ടായി. പ്രിയ ജോയിച്ചായൻ എന്ന് വിളിക്കുന്ന യോഹന്നാൻ അച്ചായൻ, തൻ്റെ വൈഫ് പ്രിയ കുമാരി യോഹന്നാൻ, എല്ലാം സഹോദരൻ ആമോസ്, പ്രിയ സഹോദരി, കുടുംബം എല്ലാവരും ആത്മീകമായിട്ട് ഉന്നതമായ നിലയിൽ കർത്താവിനെ സേവിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും സമയങ്ങൾ വേർതിരിക്കുന്ന കുടുംബമാണ്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുടുംബങ്ങളാണ് ഈ കുടുംബങ്ങൾ. ഇന്ന് പകൽ ഇവർ രണ്ടുപേരും തമ്മിൽ യോജിക്കുമ്പോൾ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സമയത്തിൻ്റെ പരിനിമിത്തം ഞാൻ വചനത്തിൽ നിന്ന് അധികം പറയാതെ, വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാകുന്നു എന്ന് ഇവിടെ പ്രസ്താവിച്ചു. നമ്മളത് കേൾക്കുകയുണ്ടായി. ആദിയിൽ ഏദൻ പൂങ്കാവനം സൃഷ്ടിച്ച് ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിന്മേലാക്കി, ജീവജാലങ്ങളെയൊക്കെ ഉണ്ടാക്കി അതിനെ കാവൽക്കാരനായി നോക്കി നടത്തുന്നവനായി ആദമിനെ ദൈവം തമ്പുരാൻ ഏദൻ പർദീസയിലാക്കി. ആദം തൻ്റെ ജോലികളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ വീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയോ ആദമിൻ്റെ ഹൃദയത്തിനകത്തൊരു ശൂന്യത ഉള്ളതായിട്ട് തനിക്ക് ബോധ്യമായതിൻ്റെ വെളിച്ചത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം കണ്ടിട്ട് ദൈവം തന്നെ അതിനൊരു പരിഹാരം ഒരുക്കി കൊടുത്തതാണ് തക്കതായ തുണ. അതിനു മുന്നമേ ദൈവം സൃഷ്ടിച്ച സകല ജന്തുജാലങ്ങളെയും ഈ മനുഷ്യനായ ആദമിൻ്റെ മുമ്പിലൂടെ ദൈവം കടത്തിവിടുന്നുണ്ട്. ആ ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും ഒക്കെ ആദം പേര് നിർദ്ദേശിച്ചു. പക്ഷെ അവയിൽ ഒന്നിലും ആദമിനെ ഹൃദയം പങ്കുവെക്കുവാൻ തക്ക നിലയിലുള്ള ഒന്നിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആദമിൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത നികത്തുവാൻ, അത് സ്നേഹം പങ്കുവെക്കുവാൻ, അതിൽ തുറന്ന് സംസാരിക്കുവാൻ പറ്റുന്ന നിലവാരത്തിൽ ഒന്നിനെ കണ്ടില്ല. അങ്ങനെ ശൂന്യതയുള്ള ഹൃദയവുമായി ഇരിക്കുന്ന ആദമിനെ ദൈവം വീക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. വിഷാദത്തോടെ, ഏകാന്തത വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യന് മറ്റൊരുമായിട്ട് സംസാരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ പ്രയാസത്തിൽ ചെന്നത് അകപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യൻ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് നന്നല്ലാത്തതിന് നന്നാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം വെച്ച ഒരു വ്യവസ്ഥിതിയാണ് മനുഷ്യന് ഒരുക്കിയ തക്കതായ തുണ. കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ പറഞ്ഞു, ആദമിൽ തന്നെ ഹവ്വ ഉണ്ടായിരുന്നു. പ്രിയ ആൽബിൻ്റെ തക്കതായ തുണിയായിട്ടാണ് പെർസിനെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആദമിന് വേണ്ടി ദൈവം തുണി ഒരുക്കിയത് വേറെ എങ്ങു നിന്നുമല്ല, മണ്ണെടുത്ത് വേറൊരു സ്ത്രീയെ സൃഷ്ടിച്ചതല്ല. തനിക്കൊരു മയക്കം കൊടുത്തിട്ട് തൻ്റെ ഒരു വാരിയലിൽ നിന്ന് ഉരിയെടുത്ത് ആ വാരിയലിനെ ഒരു നാരിയാക്കി ദൈവം തമ്പുരാൻ മെനഞ്ഞിട്ട് ആ ആദമിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദം പറയുകയാണ്, ഇവളിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും.
തനിക്ക് തക്കതായ നല്ലൊരു തുണയായിട്ട് തന്നിൽ നിന്ന് തന്നെ ദൈവം തമ്പുരാൻ തനിക്കൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. അവർ പരസ്പരം സംഭാഷിക്കുവാൻ, സംസാരിക്കുവാൻ, ഹൃദയ വികാരങ്ങളൊക്കെ പങ്കുവെക്കുവാൻ വേണ്ടി തക്ക തുണയായിരിക്കേണ്ടതിനായിട്ടാണ് ദൈവം തമ്പുരാൻ ആദമിന് ഹവ്വയെ ഒരുക്കി കൊടുത്തത്. പ്രിയ ആൽബിൻ്റെ ജന്മം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ വലിയ കരുതലും പരിപാലനവും സൂക്ഷിപ്പും ഒക്കെ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. തനിക്ക് വിവാഹപ്രായമായി എന്ന് തൻ്റെ കുടുംബത്തിലുള്ളവർ താനും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തക്കതായ ഒരു തുണയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് തനിക്കായി പ്രിയ പേഴ്സസിനെ ഒരുക്കി. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട പേഴ്സസ്. കർത്താവിൻ ദാസൻ പറഞ്ഞു, സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് സംബന്ധിക്കുന്ന ആത്മീക പൈതൃകമുള്ള, നന്നായി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന പ്രിയ പൈതൽ പേഴ്സസ് ആൽബിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ആൽബിന് ഏറ്റവും അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാകുന്നുവെന്ന് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഇതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചിന്തയല്ല, ഒരു വിചാരമല്ല. സൃഷ്ടിച്ച ദൈവം അവൻ്റെ ഏകാന്തതയെ മാറ്റുവാൻ, അവൻ നന്നായിരിക്കേണ്ടതിനായിട്ട് ഒരുക്കി കൊടുത്തതാണ്. തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് പകൽ ഇവിടെ നടക്കുക. ആൽബിൻ മാന്യനാണ്. ആൽബിനെക്കുറിച്ച് ഒരു കളങ്കപ്പെട്ട സംസാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. തികച്ചും ഭക്തിയോടെ, ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ കരുതി, മറ്റുള്ളവരെ സ്നേഹിച്ച്, ബഹുമാനിച്ച്, നല്ല നിലവാരത്തിൽ ജീവിതത്തെ പടുത്തുകൊണ്ടുവന്ന ഒരു പൈതലാണ് ആൽബിൻ. ഇന്ന് ആ മാന്യത ഒന്നുകൂടെ ഉയരുന്ന നിലവാരത്തിലേക്ക് ദൈവം തമ്പുരാൻ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ തൻ്റെ ആ പദവി ഒന്നുകൂടെ ഉയരും. ഭർത്താവ് എന്ന ഉദ്യോഗത്തിലേക്ക് താൻ വരികയാണ്. ഇതുവരെ ഒരു മകനായിരുന്നു, ഒരു സഹോദരനായിരുന്നു, ഒരു ജ്യേഷ്ഠനായിരുന്നു, ഒരു അനുജനായിരുന്നു. ആ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളുമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. എന്നാൽ അല്പനിമിഷം കഴിയുമ്പോൾ, ഉഭയസമ്മത ഉടമ്പടി നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ആൽബിൻ്റെ ഗ്രേഡ് ഒന്നോട് ഉയരുകയാണ്. ഭർത്താവ് എന്നൊരു പദവിയിലേക്ക് ദൈവം തമ്പുരാൻ ഉയർത്തുകയാണ്. ഇതുവരെയും ഉണ്ടായിരുന്ന ദൗത്യത്തിൽ നിന്ന് ഒരു പടി കൂടി തൻ്റെ ജീവിതത്തിൽ, കർത്തവ്യത്തിൽ ദൗത്യം വളരുകയാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഒരു മകൻ്റെ ഉത്തരവാദിത്തമല്ല ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം. ഒരു സഹോദരൻ്റെയോ ഒരു സഹോദരിയുടെയോ അല്ലെങ്കിൽ ഒരു അനിയൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ ഉത്തരവാദിത്തമല്ല ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം. കടപ്പാടുകളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചുമൊക്കെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി ഇവിടെ പ്രസ്താവിച്ചത് നിങ്ങളെല്ലാവരും കേട്ടു. പ്രിയ ആൽവിനും കേട്ടു, പേഴ്സസും കേട്ടു. കേട്ടില്ലേ? കേട്ടു. ദൈവം അനുഗ്രഹിക്കട്ടെ. പേഴ്സസും ഇതുവരെയും പ്രിയ യോഹന്നാൻ അച്ചാൻ്റെയും കുമാരി ആൻറ്റിയുടെയും മകളായിരുന്നു. ജ്യേഷ്ഠത്തിക്ക് അനിയത്തിയായിരുന്നു, അനിയന് ജ്യേഷ്ഠത്തിയായിരുന്നു, സഹോദരിയായിരുന്നു. ആ പദവിയിലാണ് ഇതുവരെയും പ്രിയ പേഴ്സസും ആയിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെയാണ് കുടുംബത്തിൽ നിർവഹിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഒരു അല്പസമയം കഴിയുമ്പോൾ ഒരു ഉന്നതമായ മാനത്തിലേക്ക് ദൈവം തമ്പുരാൻ പ്രിയ പേഴ്സസിനെ ഉയർത്തുകയാണ്. ഭാര്യ എന്നൊരു ഔദ്യോഗികമായ പദവി. ഞാൻ ഓർപ്പിച്ചതുപോലെ ഭർത്താവിനും ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ തന്നെ ഭാര്യയ്ക്കും ഇതുവരെയും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു പടി കൂടി ഉയർന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ദൈവം തമ്പുരാൻ നിങ്ങളെ നയിക്കുകയാണ്. നിങ്ങളെ ദൈവം തമ്പുരാൻ ആക്കി വച്ചിരിക്കുന്ന ആ പദവി എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കി അത് നിങ്ങൾ നിവർത്തിക്കുവാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അത് നിവർത്തിക്കുവാൻ നിങ്ങൾ അവൻ വില്ലിങ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യപരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എങ്ങനെ ഞാൻ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആൽബിൻ തന്നെയാണ്. ഒരു ഭർത്താവിൻ്റെ ഉദ്യോഗം എങ്ങനെ നിവർത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആൽബിനാണ്. അത് പുറത്തുനിന്ന് ഒരു വ്യക്തിക്കും അതിനകത്ത് ഇടപെടുവാനായിട്ട് കഴിയത്തില്ല. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തം എങ്ങനെ നിവർത്തിക്കണമെന്ന് ചിന്തിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് പേഴ്സൺസ് തന്നെയാണ്.
അതിന് മാതാപിതാക്കളുടെയോ മറ്റ് സഹോദരങ്ങളുടെ ഇടപെടൽ കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ചെയ്യുവാൻ തയ്യാറായാൽ ഇവിടെ കുടുംബസ്ഥരായിരിക്കുന്ന നിങ്ങളോടും കൂടെയുള്ള ഉപദേശമാണ്, നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യകരമായി തീരും, അനുഗ്രഹപൂർണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന വിവാഹം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യത്താൽ അലങ്കരിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ ഈടുറ്റ വരികളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതാകയാൽ ഇത് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒന്നാകും. ഇത് ഏറ്റവും വിശുദ്ധമായിരിക്കുന്ന ഒരു വിവാഹമാകയാൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ ദൈവസഭയോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ചോദിക്കുന്നത്, ദൈവേഷ്ടമായ 2026 ആണ്ട് ഫെബ്രുവരി മാസം 9-ാം തീയതി തിങ്കളാഴ്ച 10 മണിക്ക് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ കോടനാട് വില്ലേജിൽ കൂവപ്പടി പഞ്ചായത്തിൽ മലയാറ്റൂർ AG സഭയിൽ ചേറാടി വീട്ടിൽ ശ്രീമാൻ പരേതനായ പോൾ CBയുടെയും ശ്രീമതി വത്സ പോളിൻ്റെയും മകൻ ആൽബിൻ പോളും, എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ രായമംഗലം വില്ലേജിൽ രായമംഗലം പഞ്ചായത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് സഭയിൽ അയ്യായത്തിൽ വീട്ടിൽ ശ്രീമാൻ AK യോഹന്നാൻ്റെയും ശ്രീമതി കുമാരി യോഹന്നാൻ്റെയും മകൾ പെർസിസ് യോഹന്നാനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം മലയാറ്റൂർ AG സഭയുടെ ആഭിമുഖ്യത്തിൽ കുരിശിലക്കോട് സെന്റ് ആന്റണീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാൽ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ന്യായമായ തടസ്സം ഏതെങ്കിലും ഉണ്ടെങ്കിൽ മതിയായ തെളിവ് സഹിതം രേഖാമൂലം സെക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസിൽ അറിയിക്കേണ്ടതാകുന്നു. വിവാഹത്തിൻ്റെ മംഗളത്തിനും ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിക്കണം. ഈ നോട്ടീസ് ഇരു സഭകളിലും വായിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. അവിടെ നിന്നും ഇതുവരെയും ഒരു കംപ്ലൈൻറ്റും അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ഒരു രേഖാമൂലമുള്ള അറിയിപ്പുകളും ലഭിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഈ വിവാഹം നടത്തിക്കൊടുക്കുവാനായിട്ട് നാം ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഈ ദൈവസഭയോട് ഒരിക്കൽ കൂടെ ഒരു അംഗീകരിക്കപ്പെട്ട അധികാരമുള്ള ശുശ്രൂഷകൻ എന്ന നിലയിൽ ചോദിക്കുന്നത്, ഇവർ തമ്മിലുള്ള ഈ വിശുദ്ധ വിവാഹം നടത്തി കൊടുക്കാതിരിക്കേണ്ടതിന് ന്യായമായ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ മതിയായ തെളിവ് സഹിതം നിങ്ങൾക്ക് ഇപ്പോൾ അത് ബോധിപ്പിക്കുവാനുള്ള അവസരമാകുന്നു. നിങ്ങളുടെ മൗനം സമ്മതമായി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ മൗനമായിരിക്കാൻ നിങ്ങൾ എല്ലാ കാലത്തും ഈ വിഷയത്തിൽ മൗനമായി തന്നെ തുടരണമെന്നും ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമായി തീരേണ്ടതിന് നിരന്തരമായി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ആൽവിനും പ്രേസും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങളോട് ഇരുവരോടും ചോദിക്കുന്നത്, അഗ്നിജാലിക്കൊത്ത കണ്ണുള്ളവനും മനുഷ്യൻ്റെ സകല രഹസ്യങ്ങളെയും തൻ്റെ ന്യായസന്നിധിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നവനും തൻ്റെ പ്രവൃത്തിക്കൊത്തവണ്ണം പകരം കൊടുക്കുവന്നവനുമായ ദൈവത്തിൻ്റെ സന്ധിയിൽ നിങ്ങൾ ഇരുവരുമായിരിക്കുകയാണ്. ഈ വിശുദ്ധ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരസ്യമായോ രഹസ്യമായോ എന്തെങ്കിലും ക്രൂശങ്ങളുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളതൊന്ന് ഏറ്റുപറയുകയും അത് നിങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്യണമെന്ന് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ്. ഇതൊരു വിശുദ്ധ വിഭാഗമാകയാൽ ഇത് ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ നിവർത്തിക്കേണ്ട ഒരു ഉടമ്പടിയാകയാൽ മരണപര്യന്തം നിങ്ങൾ പരസ്പരം വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടുന്നതും ആകയാൽ ഇത് പിതാവിൻ്റെ ഹിതത്താൽ സ്ഥാപിക്കപ്പെട്ടതാകയാൽ ഈ വിശുദ്ധ വിഭാഗത്തിൽ ദൈവഹിതമല്ലാത്ത അല്ലെങ്കിൽ നടപടികളോടുകൂടെ പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരേണ്ടതിന് നിങ്ങൾ ഇരുവരും ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച്
കണ്ണുകളെല്ലാം നടച്ചു. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനൊക്കെ ഉപരിയായി ഒരു പുതിയ ദൗത്യത്തിലേക്ക്, ഒരു ഉത്തരവാദിത്തത്തിലേക്ക്, ഒരു പുതിയ കാഴ്ചവെക്കൽ നിങ്ങൾ വെക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹപൂർണമായി തീരേണ്ടതിന്, സന്തോഷപൂർണമായി തീരേണ്ടതിന്, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളിൽ പകരേണ്ടതിന് രണ്ടുപേരും കണ്ണുകളെ ദൈവമാകുന്ന അടച്ച് ഒരു നിമിഷം ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. ഞാൻ പ്രിയ ആൽബിനോട് ചോദിക്കുകയാണ്. പ്രിയ ആൽബിൻ്റെ സമീപം നിൽക്കുന്ന പെർസിസ് എന്ന യുവതി എൻ്റെ ഭാര്യയായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം അവളോട് ഒരുമിച്ച് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ മറ്റെല്ലാവരെക്കാളും ഉപരി അവളെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് ആശ്വസിപ്പിച്ച് അവൾക്ക് വിശ്വസ്ത ഭർത്താവായി നിന്റെ കടമകൾ നിർവഹിച്ചു കൊള്ളാമെന്ന് നീ സമ്മതിക്കുന്നു. അവർക്ക് പറഞ്ഞു സമ്മതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രിയ പേഴ്സിനോട് ചോദിക്കുന്നത്, നിന്റെ ഏറ്റവും സമീപം നിൽക്കുന്ന ആൽബിൻ എന്ന ഈ യുവാവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം അവളോട് ഒരുമിച്ച് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ മറ്റെല്ലാവരെക്കാളും ഉപരി അവളെ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് ആശ്വസിപ്പിച്ച് അവൾക്ക് വിശ്വസ്ത ഭാര്യയായി നിന്റെ കടമകൾ നിർവഹിച്ചു കൊള്ളാമെന്ന് നീ സമ്മതിക്കുന്നുവോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം ഈ രണ്ട് വേദവാക്യങ്ങൾ വായിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ അത് മുന്നോട്ട് വന്ന് ആ വേദവാക്യങ്ങൾ വായിക്കും. ഒന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള വേദവാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. 1 പത്രോസിന്റെ ലേഖനം. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവനും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. ക്രിസ്തുവും സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവർ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞു. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സമാധാനവുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിന് യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു.
നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും ഭയപ്പെടാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീരും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബം സന്തോഷകരമായ രീതിയിൽ അനുഗ്രഹപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ കടപ്പാടുകൾ, കർത്തവ്യങ്ങൾ തിരുവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം പറഞ്ഞിരിക്കുന്നത് നിവർത്തിക്കുമ്പോഴാണ് അത് അനുഗ്രഹപൂർണമായിത്തീരുന്നത്. അതുകൊണ്ട് അതനുഷ്ഠിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ആൽബിനോട് ദൂരവ്യാപകവും നിലനിൽക്കുന്നതുമായ ഒരു വലിയ ഉത്തരവാദിത്വമുള്ളതും പാവനവുമായ ഒരു ഉറച്ച തീരുമാനത്തിലേക്കും പ്രതിജ്ഞയിലേക്കും ആൽവിൻ പ്രവേശിക്കുകയാണ്. ആൽവിൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ത്രീ നിന്റെ ജീവിത പങ്കാളിയും നിന്റെ ഭവനത്തിൻ്റെയും സ്വത്തിൻ്റെയും കൂട്ടവകാശിയും ആയി തീരുവാൻ പോകുകയാണ്. ആൽവിനോടുള്ള സ്നേഹനിമിത്തം തൻ്റെ സ്വന്തം ഭവനക്കാരെയും സഹോദരങ്ങളെയും വിട്ട് ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ആൽവിനോട് ഒരുമിച്ച് അനുഭവിപ്പാൻ ഇന്ന് പുറപ്പെടുകയാണ്. ഇപ്പോൾ ഇനി ആൽവിനോട് ഒരുമിച്ച് ആൽബിന് വേണ്ടിയും ജീവിക്കും. ഈ പേഴ്സസിൻ്റെ ഉത്തരവാദിത്വം ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ ആൽബിൻ ഏറ്റെടുക്കുകയാണ്. തയ്യാറാണ്? പ്രിയ പേഴ്സസിനോട് നീയും ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇന്ന് വിവാഹം കഴിക്കുന്ന ഈ പുരുഷൻ ആൽബിൻ ജീവിതത്തിൻ്റെ ശോധനയുടെ നടുവിൽ ആശ്വാസത്തിനായി പെർസസിലേക്ക് നോക്കും. ആ പെർസസിൻ്റെ പുഞ്ചിരി ഈ ആൽബിൻ്റെ ദിവസത്തെ പ്രകാശമാനമാക്കണം. പെർസസിൻ്റെ കാര്യവിചാരകത്വം ആൽബിന് എപ്പോഴും നേട്ടമായിരിക്കണം. പെർസസിൻ്റെ ആദരങ്ങൾ ആൽബിൻ്റെ വിശ്വസ്ത ഉപദേഷ്ടാവ് ആയിരിക്കണം. പെർസസിൻ്റെ പ്രാർത്ഥന ദൈവിക കോടതിയുടെ മുമ്പാകെ ആൽബിന് വേണ്ടി വിശ്വസ്ത മധ്യസ്ഥത ആയിരിക്കണം. ഇന്ന് പെർസസ് ഈ പുരുഷന് പെർസസിൽ തന്നെ സമർപ്പിക്കുക. അതിന് സമ്മതമാണോ? കാര്യം കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ഈ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെയും ഇത് നിറവേറ്റുവാൻ നിങ്ങൾ തമ്മിൽ പരസ്പരം സമ്മതമാണ്. ഈ സമയം കൊയർ പാട്ടുപാടുന്നത്. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തെ വഹിച്ച് കർത്താവിൻ ദാസൻ പ്രിയ റജി ചാക്കോ അവർ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുന്നു. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ സന്തോഷ സുദിനത്തിൽ ഞങ്ങളുടെ സന്നിധിയിലേക്ക് നന്ദിയോടെ അടുത്തു വരുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ജന്മം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ട് അവിടെ നിറച്ചു. അവരുടെ ജീവിതത്തിൻ്റെ ജന്മം മുതൽ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമായ ദൈവികാലോചനകളാൽ നടത്തുവാൻ അവിടുന്ന് അനേകദാസന്മാരെ എടുത്തുപയോഗിച്ച് അവർക്ക് ആത്മീയമായ പൈതൃകത്തിൽ വളരുവാൻ അവരെ സഹായിച്ചു. അവർക്ക് നല്ല വിദ്യാഭ്യാസവും കർത്താവെ നല്ല ജോലി കാര്യങ്ങളും അവിടുന്ന് ഒരുക്കി കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ അവർ ഉടമ്പടി എടുത്ത്
ഒന്നിച്ചാകുവാൻ തക്കവണ്ണം അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഒരു കുടുംബം പണിതെടുക്കുവാൻ തക്കവണ്ണമുള്ള ഉടമ്പടിക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അവരെ കഥാവതിൻ്റെ എല്ലാ കൃപയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിതയാത്രയ്ക്ക് മുന്നോട്ടുള്ള എല്ലാ വഴികളും നിന്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് തുറന്ന് ആരോഗ്യവും ബലവും ആയുസ്സും നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മകനീയമായ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ നൽകുന്ന നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ ദാസനായി സ്തോത്രം. അവരെ കൂട്ടിച്ചേർക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവിക നിയോഗങ്ങളും അഭിഷേകവും ഞങ്ങളുടെ ദാസന്റെ മേൽ അവിടുന്ന് പകർന്ന് തുടർന്നും അങ്ങയുടെ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കൃപയിൽ അവിടുന്ന് പൊതിയുമെല്ലാം നന്മയാൽ നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആദിയിൽ ഏകദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതിമാരെ യോജിപ്പിച്ച ദൈവത്താൽ ഇവർ യോജിക്കപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ കാൽവിന്റെ രക്തത്താൽ ഈ കുഞ്ഞുങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ മുദ്രയിടുകയാണ്. ഇന്ന് ഇവർ കൊടുത്ത ഈ കരങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ചേർന്ന് ഇരിക്കത്തക്കവണ്ണം പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യവും കൃപയും ഇവരിൽ പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ സന്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപ പെരുമാറണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലണം. ഉഭയസമ്മത ഉടമ്പടി. ആൽബിൻ പോൾ